അമ്മയാണെന്ന സത്യം പൊട്ടിക്കരഞ്ഞ് വൈജയന്തിയെ അറിയിച്ച് അലീന. അങ്ങനെ അലീനയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് സ്റ്റാൻലി ജോസഫ് വന്നെത്തുന്ന മുഹൂർത്തമാണ്, കാഴ്ചയാണ് പ്രേക്ഷകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. സ്റ്റാൻലി വരുമ്പോൾ തന്നെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, താൻ തൻ്റെ മകളെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും എന്നേക്കുമായി അവളെ നോക്കാൻ തയ്യാറാണെന്നും പറയുന്നു. തൻ്റെ മകൾ തൻ്റെ കൂടെയാണ് ജീവിക്കേണ്ടത് എന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് പ്രേക്ഷകരെ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഈ തീരുമാനം നിങ്ങളിപ്പോൾ എടുത്തത് എന്തായാലും നന്നായി. അവളുടെ അമ്മയ്ക്ക് അവളെ വേണ്ടെങ്കിലും അച്ഛന് വേണമല്ലോ. അതുതന്നെ അവളെ വളരെയധികം സന്തോഷത്തിലാഴ്ത്തുന്ന ഒരു കാഴ്ചയാണെന്ന് പറയുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ പരിചയപ്പെടേണ്ടേ, അവളെ കാണേണ്ടേ, വരൂ എൻ്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വീടിനകത്തേക്ക് ബാലചന്ദ്രൻ സ്റ്റാലിൻ്റെ കൈ പിടിച്ച് കടന്നു ചെല്ലുന്നുണ്ട്. മോളെ അലീനെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ എന്ത് ചെയ്യുന്നു, അലീനയെ വിളിക്കുന്നു. ഇതേ സമയം അലീന നടന്നു വരുന്നത് കണ്ട സ്റ്റാലിനാണെങ്കിൽ പണ്ട് വൈജയന്തി എങ്ങനെയായിരുന്നു ആ ഓർമ്മകൾ വരുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ വൈജയന്തിയുടെ മകളാണ് ഇതെന്ന് പറയുന്നതോടൊപ്പം തന്നെ അലീനയോട് പറയുന്നുണ്ട്, അലീന ഇതാരാണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട് ഇല്ല എന്ന്. ചിലപ്പോൾ പേര് കേട്ടാൽ മനസ്സിലാകുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുമ്പോൾ അലീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് പ്രേക്ഷകരെ. ഇതേ സമയം നമ്മുടെ അലീനയെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് സ്റ്റാൻലി ചേർത്ത് പിടിക്കുമ്പോൾ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അലീനയുടെ അച്ഛനെ കാണാനായിട്ട് രോഹിത്തും കടന്നു വരികയാണ് പ്രേക്ഷകരെ. ഇതേ സമയം രോഹിത്തും തിരിച്ചറിയുന്നു, അലീന ചേച്ചി ഇവിടെ നിന്ന് എന്നേക്കുമായിട്ട് അലീന ചേച്ചിയുടെ അച്ഛൻ്റെ കൂടെ പോവുകയാണ്, ഞങ്ങളെ ഉപേക്ഷിച്ച് പോവുകയാണ് എന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ രോഹിത്തിന് വളരെയധികം വിഷമമാകുന്നുണ്ട്. ബബിതയാണെങ്കിൽ അലീനയെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അതൊന്നും പ്രകടിപ്പിക്കാതെയാണ് നടക്കുന്നത്. എങ്കിലും ഈ ഒരു വേളയിൽ ആ സ്നേഹമെല്ലാം അണപൊട്ടി പുറത്തേക്ക് ഒഴുകുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ബബിത പൊട്ടിക്കരയാനായിട്ട് തുടങ്ങുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അലീന പറയുന്നുണ്ട്, മോളെ നീ വിഷമിക്കേണ്ട, നിനക്ക് എന്ത് സാഹചര്യമായാലും എന്നെ കാണാമെന്ന് തോന്നിയാലും നിനക്ക് എന്നെ വിളിക്കാം, ഞാൻ ഉടനെ ഇവിടേക്ക് വരും എന്ന് പറയുന്നു. കൃഷ്ണമോളും കാര്യം വലിയ വ്യത്യാസമൊന്നുമില്ല. കൃഷ്ണമോളും പൊട്ടിക്കരയുകയാണ്. ഇതേ സമയം അലീന കൃഷ്ണമോളെയും ആശ്വസിപ്പിക്കുന്നുണ്ട്, മോളെ കൃഷ്ണേ, നിങ്ങളെല്ലാവരെയും വിട്ടുപിരിഞ്ഞു പോകുന്നതിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നൊരു വ്യക്തി ഞാൻ തന്നെയാണ്. എനിക്ക് നല്ല വിഷമവും സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഹൃദയം പൊട്ടുകയാണ്. പക്ഷേ ഞാനത് വ്യക്തമാക്കിയാൽ, എനിക്ക് അത് തുറന്നു പറഞ്ഞാൽ നിങ്ങളും കൂടി വിഷമിക്കും. എനിക്ക് കരയാൻ പറ്റുന്നില്ല മോളെ. എനിക്ക് നിങ്ങളെ വിട്ടുപോകുന്നതിൽ ഏറ്റവും കൂടുതൽ വിഷമമുണ്ട്, സങ്കടമുണ്ട്, ദുഃഖമുണ്ടെന്ന് അലീന പറയുന്നത് കാണാൻ കഴിയും. എന്നിരുന്നാലും ഞാനിവിടെ നിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ തിരിച്ചു കിട്ടുകയില്ല. അതുകൊണ്ട് ഞാൻ പോയേ മതിയാവുകയുള്ളൂ. ഞാൻ പോകേണ്ടത് അനിവാര്യം തന്നെയാണ്. ഇപ്പോൾ ഞാൻ ആരുടെ കൂടെയാണ് പോകുന്നതെന്നറിയോ? എൻ്റെ യഥാർത്ഥ അച്ഛൻ്റെ കൂടെയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബബിതയും കൃഷ്ണമോളും രോഹിത്തും വളരെയധികം ഇച്ചിരി സന്തോഷിക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ചേച്ചി വരാമെന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയിരിക്കെ നമ്മുടെ അലീനയ്ക്ക് ഒരാഗ്രഹമുണ്ട്, വൈജയന്തിയെ കാണണമെന്നുള്ളത്. വൈജയന്തിയോട് ബാലചന്ദ്രൻ പറയുന്നതിന് മുമ്പ് തന്നെ സത്യം പറയണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ പൊട്ടിക്കാൻ വെച്ചിരുന്ന ബോംബ് നമ്മുടെ വളർത്തുമകളായ അലീന പൊട്ടിക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. വൈജയൻ്റെ അടുത്ത് കലങ്ങിയ കണ്ണുകളോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അലീന, നിങ്ങളെൻ്റെ അമ്മയായിരുന്നു,
അതുകൊണ്ടായിരുന്നു ഞാൻ നിങ്ങൾ പറഞ്ഞതെല്ലാം കേട്ട് നിങ്ങളെ കാണാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ നിന്നത് എന്ന് പറയുന്നു. കടിച്ചു തൂങ്ങിയത് തന്നെയാണ് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്ന് പറയുന്നു. ഞാൻ നാശമാണ്, ശല്യമാണ്, അനാഥയാണ്. ഇതൊക്കെ ശരിയാണ്. എന്നെ ഉപേക്ഷിച്ചത് പക്ഷേ നിങ്ങളല്ലേ. നിങ്ങൾക്ക് എന്നെ വളർത്താമായിരുന്നില്ലേ? പക്ഷേ നിങ്ങളത് ചെയ്തില്ല. നിങ്ങളെന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു. എന്നിട്ട് എല്ലാം എൻ്റെ തലയിൽ കെട്ടിവെച്ച് നിങ്ങൾ അങ്ങനെ സ്വയം രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചോ? എന്തായാലും ഇത് നിങ്ങളുടെ പതനത്തിലേക്കുള്ള പോക്കാണ്. അച്ഛനും എല്ലാ സത്യവും അറിയാമെന്ന് പറയുന്നു. അച്ഛന് മാത്രമല്ല, നിങ്ങളുടെ ജ്യേഷ്ഠന്മാർക്കും അറിയാമെന്ന് പറയുന്നു. എന്തായാലും മാഡം, ഞാൻ പോവുകയാണ്. എൻ്റെ അമ്മയെ കാണണമെന്നുള്ള ആഗ്രഹം ഇതോടെ കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അലീന കൊല്ലപ്പള്ളിയുടെയും കടപ്പാട്ടൂരിൻ്റെയും പടിയിറങ്ങി നമ്മുടെ സ്റ്റാലി ജോസഫിൻ്റെ കൂടെ പോവുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.